ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇപ്പം നല്ല മഴക്കാലമാണ്. എന്തായാലും വീട്ടിലെല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും പനികളുടെ സീസണായിട്ടോ ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ കുറേ ദിവസമായിട്ട് പനിയൊക്കെ വന്നിട്ട് നമ്മൾ എന്ത് കഴിച്ചാലും നമ്മുടെ വായിക്ക് കൊള്ളത്തില്ല. ഏത് ഫുഡും നമുക്ക് വേണ്ടാന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പനി വന്ന് കിടക്കുമ്പോൾ ഇങ്ങനത്തെ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ നോക്കുക പരിപാടി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കണ്ട ഗുജറാത്തി ദാബേലി റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി തോന്നി. അപ്പോൾ ഇപ്പോൾ പനി വന്നപ്പോൾ എന്തായാലും നമുക്ക് ചോറും വേണ്ട, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒന്നും വേണ്ട. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ എന്തായാലും വീട്ടിൽ പനി വന്നവർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബർഗർ ബന്നില്ലേ, അതെന്തായാലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടികൾ നോക്കിയിട്ട് പറഞ്ഞത് ഇതൊന്നും ഉണ്ടാക്കിത്താൻ, ഇത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാരമില്ല, കുഴപ്പമില്ല, ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പിന്നെ ഇത് ഇങ്ങനെ നല്ല പ്രസ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ദാബേലി എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോവുക. ഇതിൽ അവർ പറഞ്ഞതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ എൻ്റേതായിട്ടുള്ള എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യം ദാബേലി മസാലയാണ് ഞാൻ റെഡിയാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ജീരക, 1 ടേബിൾ സ്പൂൺ പെരുംജീരക, പിന്നെ കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള ഒരു 2-3 വറ്റൽമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ സീസംസ് വെളുത്ത എള്ളില്ലേ, പിന്നെ ഇത് ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ്, പട്ട, ഗ്രാമ്പ്, ഏലക്കായ, പിന്നെ കറുത്ത ഏലക്കായ, പിന്നെ ബേ ലീവ്സ്, പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക്. ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഫ്രൈ ആക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വറുത്തിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഇങ്ങനെ കറക്കുമ്പോൾ തന്നെ നല്ല പൊടിഞ്ഞിട്ടണം. ഇതാണ് ദാബേലി മസാല. ഇതിൻ്റെ മണമില്ലേ, വീട് മൊത്തത്തിൽ അങ്ങ് മണത്തോണ്ടിരിക്കുക. നല്ല മണമാണ്. പിന്നെ ഇത് മസ്റ്റ് ട്രൈ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കാം. എന്നിട്ട് ആ പാനൊക്കെ ക്ലീൻ ആക്കിയിട്ട് ആ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പീനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ തൊലി കളഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ആ പാൻ തന്നെ വീണ്ടും കഴുകി നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാബേലി മസാല നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടുള്ളത് എല്ലാ ചേരുവയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ മസാലയിൽ ചേർക്കാനുള്ളതല്ല, നമ്മൾ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഷോ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കഴിക്കുന്ന ആ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പൊട്ടാറ്റോ ആദ്യം ഇട്ട് കൊടുത്തു. ഇങ്ങനെയല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മസാല പ്രിപ്പയർ ആക്കുക, അവസാനം പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ മറന്നു പോയിട്ട് പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കാനാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇംലി ചട്നി, നമ്മുടെ പുളിയുടെ ചട്നി ഇല്ല, അതെൻ്റെ വീട്ടിൽ സ്റ്റോക്കാണ്, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടില്ല. ഇതിൽ മസ്റ്റായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസും കൂടിയാണ് നമ്മുടെ ഇംലി ചട്നി എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ചട്നിയും കൂടി ആക്കാം. അത് കുറച്ച് എരിവ് കൂടിയിട്ടുള്ളതാണ്, അതും കൂടി അവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് നല്ല ഒരു എന്താ പറയുക, നല്ലൊരു തീക്കായിട്ടുള്ള ഒരു മസാലയാണിത്. ഇത് കുട്ടികൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഈ മസാലയില്ലേ, ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റിഫായിട്ടുള്ളതാണ്, ഒരു ലിക്വിഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മസാലയാണ്. ഇതിങ്ങനെ പ്ലേറ്റിലോട്ട് ഇട്ടിട്ടാണ് അവരിങ്ങനെ സർവിങ് ആക്കുന്നത്. ഇതൊന്നിങ്ങനെ പ്ലേറ്റിലിട്ടിട്ടില്ലേ, നല്ല ഇങ്ങനെ പ്രസ്സാക്കാം. നമ്മൾ മണ്ണിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് നീറ്റായിട്ട് തന്നെ പ്രസ്സാക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പും, പിന്നെ നമ്മുടെ പോമോഗ്രാനേറ്റ്, പിന്നെ കുറച്ച് സേവ്, പിന്നെ പീനട്ട് വറുത്തത്, ഇതൊക്കെയാണ്. ഇപ്പം ഞാനിവിടെ ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും ഞാനൊന്ന് ചമഞ്ഞിട്ട് എടുക്കാൻ പോവാം. ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോമോഗ്രാനേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സേവ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റായിട്ടോ. നമുക്കിത് എല്ലാത്തിനും ഒരു കോമ്പിനേഷൻ ആവുന്ന ഒരു മസാലയും കൂടിയാണ്. സേവൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ലുക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ
പാവിലാണ് കേട്ടോ അവർ സെർവ് ആക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പാവിലായിരുന്നു ബർഗർ ബണ്ണാണ് ഉണ്ടായിരുന്നത്. ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഈ ബർഗർ ബണ്ണില്ലേ ആദ്യമേ ഒന്ന് ബട്ടറിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാനത് പിന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങനെ മസാല വെച്ചിട്ടത് ചെയ്യുമ്പില്ലേ, മസാല ഒക്കെ അതിൽ ഇങ്ങനെ തിരിച്ച് മറിച്ചിടുമ്പോൾ ജസ്റ്റ് ഒന്നത് എല്ലാം ഒന്ന് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യം വീണ്ടും ഒന്നുകൂടെ തന്നെ ഫില്ലാക്കേണ്ടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിതിങ്ങനെ പകുതി മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഇംലി ചട്നി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചട്നി ഇല്ല അതും കൂടി ആഡ് ആക്കണം. പക്ഷെ അത് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ പൊട്ടാറ്റോ മസാല ഇല്ലേ അതന്നെ നല്ല എരിവായിട്ടുണ്ട്. എന്തെങ്കിലും കുട്ടികൾക്ക് അതൊന്നും കഴിക്കാനും പറ്റില്ല. അവർക്ക് ഞാൻ വേറെ രീതിയിലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് ഉള്ളി, മല്ലിച്ചപ്പ്, പൊമോഗ്രാനൈറ്റ്, പീനട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സേവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനം ഇതിൻ്റെ മുകളിൽ നമുക്ക് ദാബേലി മസാലയും കൂടി ആഡ് ആക്കാനുണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇതിൽ തന്നെ കവറാവുന്നുണ്ട്. ഇതിങ്ങനെ പ്രിപ്പയർ ആക്കാൻ തന്നെ നല്ലൊരു പാടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കുട്ടികളുള്ള സമയത്ത് കാലത്താണല്ലോ ഉണ്ടാക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒന്നുകൂടെ തന്നെ നമുക്ക് ഇംലി ചട്നി ആഡ് ആക്കാം. എന്നിട്ട് പ്രസ്സാക്കാം. നല്ലോണം പ്രസ്സാക്കുന്നതിനാണ് പേര് ദാബേലിന്ന്. പിന്നെ ഇത് അവർക്ക് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയുന്നില്ല, ഇങ്ങനത്തെ മസാലകളൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ആക്കുന്നതെന്ന്. പക്ഷെ അവരെ കണ്ടിട്ട് ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ഇനി ഇത് ഞാൻ കുട്ടികൾക്കൊന്ന് പ്രിപ്പയർ ആക്കിയിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഈ മസാല തീർച്ചയായിട്ടും ആഡ് ആക്കുന്നില്ല ഞാൻ. ഇതിലേക്ക് കുറച്ച് ഇംലി ചട്നി ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പൊമോഗ്രാനൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ എന്തായാലും പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികൾക്ക് ബണ്ണിൻ്റെ കൂടെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ല. എന്തായാലും നമ്മളെന്തായാലും ചൂട് കോഫിയുടെ കൂടെ ഇത് കൊടുക്കുന്നതും നല്ല രസമാണ്. എന്നിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ആക്കണം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ബർഗർ ബണ്ണിന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല. പക്ഷേ ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ മസാലകളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ വീട്ടിൽ കഴിക്കുന്നത് കൊണ്ട് അതൊക്കെ എടുത്ത് കോരി മാറ്റിയിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാക്കിയിട്ട് കൊടുക്കുക. പക്ഷേ ഇങ്ങനത്തെ ബർഗറിൽ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ ഈ ബർഗർ ബണ്ണിനൊന്നും ബട്ടറിൽ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ അവസാനം ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലാക്കുന്ന ആ ഒരു പണി കിട്ടില്ല. പിന്നെ ഇതിലേതും വേസ്റ്റായിട്ടൊന്നുമില്ല, കളയേണ്ടി വന്നിട്ടൊന്നുമില്ല. എന്തായാലും അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഫില്ലാക്കിയിട്ട് തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.